കേരളത്തിലെ ബി.ജെ.പി. അധ്യക്ഷനായി മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ തെരഞ്ഞെടുത്തു. രാവിലെ ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗമാണ് രാജീവ് ചന്ദ്രശേഖറിനെ നിർദ്ദേശിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയുണ്ടാകും. ദൂരദർശൻ പ്രതിനിധി പി.എസ്. വിനയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ ബി.ജെ.പിയെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അറിയിച്ചു. ബി.ജെ.പി. സംസ്ഥാന ഓഫീസിലെത്തി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകി. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം പത്രികാ സമർപ്പണത്തിനെത്തി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനനായ രാജീവ് ചന്ദ്രശേഖറിനെ സപ്പോർട്ട് ചെയ്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, ബഹുമാനനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, വി മുരളീധരൻ, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ പി കെ കൃഷ്ണദാസ്, ശ്രീ എ എൻ രാധാകൃഷ്ണൻ, ശ്രീ എം ഡി രമേശ്, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ പി സുധീർ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, പി അശോക് കുമാർ, പ്രൊഫസർ വി ടി രമ, ശ്രീ ബി ബി ഗോപകുമാർ, എം എ അബ്ദുൽ സലാം, കെ രാമൻപിള്ള, എം വി ഗോപകുമാർ, ശ്രീ വി വി രാജേഷ് ഇത്രയും ആളുകൾ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ നിന്നും 3 തവണ രാജ്യസഭാംഗമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. തിരുവനന്തപുരത്ത് വീട് വാങ്ങി മാസത്തിൽ 10 ദിവസം തലസ്ഥാനത്തുണ്ടാവുകയും ചെയ്തു. സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളിലും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിക്കുകയും ചെയ്തുവന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. IT, ബിസിനസ് മേഖലകളിൽ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള വെല്ലുവിളി. ജയകുമാറിനൊപ്പം പി.എസ്. വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.